നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ചോതി നക്ഷത്രം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. പുതിയ ഗൃഹനിർമ്മാണവുമായുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതാണ്. മനസമാധാനം, ധനലാഭം. എന്നാൽ അന്യദേശവാസമോ ദൂരദേശവാസമോ നിങ്ങൾക്ക് കാണുന്നുണ്ട്. മുൻപത്തേക്കാളും കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കർമ്മരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഗുണം ചെയ്യുന്നതായി കാണുന്നു. സിനിമ, കല, സാഹിത്യം എന്നീ രംഗങ്ങളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ നന്നായി ശോഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ഇടവം, മിഥുനം മാസങ്ങളിൽ കർമ്മ പുരോഗതി, സാമ്പത്തിക ശ്രേയസ് എന്നിവ ഉണ്ടാകുന്നതായി കാണുന്നു. എന്നാൽ നേത്രരോഗങ്ങൾക്കുള്ള സാധ്യത കാണുന്നതുകൊണ്ട് ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിലുള്ള അശ്രദ്ധ തീരാദുഃഖങ്ങളിലേക്കും വിഷമതകളിലേക്കും നയിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും, ചികിത്സാകാര്യങ്ങളിൽ വിട്ടുവീഴ്ചയോ അലസതയോ പാടുള്ളതല്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിത നിലവാരം പൊതുവെ വർദ്ധിക്കുന്നതായാണ് തെളിയുന്നത്. മറ്റുള്ളവരുമായുള്ള ആശയവിനിമയങ്ങളിൽ അല്പം ശ്രദ്ധ നന്ന്. കച്ചവടക്കാർക്ക് തങ്ങളുടെ വ്യാപാര മേഖലകളിൽ നിന്നുള്ള വരുമാനം കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ പരിപൂർണമായും ഉപേക്ഷിച്ച് നിലവിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് മനസ്സിലാവുന്നത്. മെയ് അവസാനം മുതൽ വന്നേക്കാവുന്ന ചില സാമ്പത്തിക പ്രയാസങ്ങളും തടസ്സങ്ങളും മുൻകൂട്ടി കണ്ട് ഇപ്പോൾ മുതൽ സാമ്പത്തിക രംഗങ്ങളിൽ നിഷ്കർഷത പുലർത്തുന്നത് ഗുണം ചെയ്യുന്നതായി കാണുന്നു. നിങ്ങളുടെ അവതരണ ശൈലിയിലും പെരുമാറ്റത്തിലും ചില പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ അതിൽ കൂടി ലഭിക്കുന്ന സ്വീകാര്യതയും കൂടുതൽ കർമ്മഫലങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷകളും സമൃദ്ധിയും നേടിത്തരുന്നു. അനാരോഗ്യകരമായ കാര്യങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം നിങ്ങൾക്ക് ശുഭസൂചകമാണ്. നിങ്ങളുടെ ദുശ്ശീലങ്ങൾ പാടെ ഉപേക്ഷിക്കുന്നതായാണ് കാണുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജോലി കർമ്മരംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോ കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കൂടിയുള്ള നയതന്ത്രപരമായ സമീപനമോ കാണിച്ചില്ലെങ്കിൽ ജോലി നഷ്ടം, മാനസിക സാമ്പത്തിക ക്ലേശങ്ങൾ എന്നിവ കാണുന്നുണ്ട്. ജോലി വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്നത് ബിസിനസ് ആണെങ്കിലും മറ്റ് കച്ചവടങ്ങളോ കൃഷിയോ എന്താണെങ്കിലും കുറച്ചുകൂടി കർമ്മരംഗങ്ങളിൽ ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ, കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി നയതന്ത്രപരമായ സമീപനമോ കാണിച്ചില്ലെങ്കിൽ നഷ്ടസാധ്യത കാണുന്നു എന്നാണ് തെളിയുന്നത്. ഈ അവസരത്തിൽ കുടുംബാംഗങ്ങളുമായി ഒത്തുപോകുവാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവിവാഹിതരാണെങ്കിൽ തങ്ങളുടെ വിവാഹം നടക്കുവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട്. വിവാഹിതരാണെങ്കിൽ കുടുംബസമാധാനം, സൽസന്താനങ്ങൾ എന്നിവ ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ തരുന്നതായി കാണുന്നു. പ്രധാനമായും ചില സാഹസികമായ സാമ്പത്തിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ സൂക്ഷിക്കണം. ഹ്രസ്വകാല ചൂതാട്ടം, ഓൺലൈൻ ഓഹരി ബിസിനസ്സുകൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം പരിപൂർണമായും വിട്ടുനിൽക്കേണ്ടതാണ്. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ആരെയും വേദനിപ്പിക്കരുതെന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഇനി മാതാവിനോ മാതൃസ്ഥാനത്തുള്ളവർക്കോ ശാരീരിക ക്ലേശങ്ങൾ, അസുഖങ്ങൾ, ആരോപണങ്ങൾ എന്നിവ കാണുന്നുണ്ട്. മനസ്സിന് വേണ്ട എന്ന് തോന്നുന്ന ജോലി, ബിസിനസ്, കർമ്മരംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. നിരന്തരമായ യാത്ര, തുടർച്ചയായ ആശയവിനിമയങ്ങൾ തുടങ്ങിയവയിലൂടെ വിഷമങ്ങൾ വരുന്നതായി കാണുന്നതിനാൽ അക്കാര്യങ്ങളിലുള്ള അതീവ ശ്രദ്ധ അഭിലഷണീയം. ഇപ്പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്ത് ജോലിയോ ബിസിനസ്സോ ഉള്ളവരാണെങ്കിൽ മറ്റുള്ളവരുമായി ജോലി കർമ്മ സംബന്ധമായോ സൗഹൃദ സംബന്ധമായോ ഒത്തുപോകുവാൻ ശ്രമിക്കേണ്ടത് ജോലി സ്ഥിരതയെ സഹായിക്കുന്നു.
വാഹനങ്ങൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ്. ഇനി പിതൃസ്ഥാനത്തിലുള്ളവരിലൂടെയുള്ള വിഷമങ്ങൾ, മനക്ലേശങ്ങൾ തുടങ്ങിയവ താൽക്കാലികമായെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുവാനും നിരാശയുണ്ടാക്കുവാനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യുന്നു. പുതിയ സൗഹൃദങ്ങളിലൂടെയും അടുത്ത ബന്ധുക്കളിലൂടെയും ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കൈവരുന്നു. സഹോദര സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളും സൽസമൃദ്ധിയും തന്മൂലം നിങ്ങൾക്ക് ഗുണഫലങ്ങളുമാണ് തരുന്നത്. നവഗ്രഹക്ഷേത്രത്തിലോ ശിവ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ പോയി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഗുണം ചെയ്യും. തട്ടകത്തെ ദേവീക്ഷേത്രത്തിൽ പോയി പിതൃസ്ഥാനത്തുള്ളവർക്ക് വേണ്ടി വഴിപാടുകൾ നടത്തുന്നതും, നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള വഴിപാടുകൾ നടത്തുന്നതും ഏറെ ഗുണഫലങ്ങളാണ് തരുന്നത്. ജാതിമത ഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. 4, 13, 14, 22 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. പുണർദം, അത്തം, ചിത്തിര, തിരുവോണം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ചോതി നക്ഷത്രക്കാർക്ക് അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഈ നക്ഷത്ര ജാതരെ കൂടി ചേർക്കാവുന്നത് ഗുണം ചെയ്യുന്നു. 4 ആണ് ചോതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. പിങ്ക് ആണ് ഭാഗ്യനിറം. വെള്ളിയാഴ്ച ദിവസങ്ങൾ ചോതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണഫലാർഹമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.